ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കിഡിലൻ ഡിഷാണ്. സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഈ സോയ ചങ്ക്സ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനായി ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം വെള്ളം നമുക്കങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഇതാ നമ്മുടെ സോയ ചങ്ക്സ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വാർത്ത് കളയാം. വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം. ഒന്ന് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോയ ചങ്ക്സ് ഞാൻ നന്നായിട്ട് വെള്ളം വാർത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 മുട്ടയാണ്. ഈ മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള ബൗൾ എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ സോയ ചങ്ക്സ് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ബൗളിന് കുറച്ച് വലിപ്പം വേണം. 2 മുട്ട മതി. അത് മഞ്ഞക്കരുവോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു 2.5-3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവരുത്, ആവശ്യത്തിന് മതി. എന്നിട്ട് ബാറ്റർ ഒട്ടും ലംസ് ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നന്നായിട്ട് സോയ ചങ്ക്സിൽ പുരണ്ടിരിക്കണം. വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സോയ ചങ്ക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിൽ നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നാലേ സോയ ചങ്ക്സ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. വളരെ ക്രൗഡായിട്ട് ഉണ്ട് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബിക്കോസ് എൻ്റെ പാൻ വളരെ ചെറുതാണ്. അതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോ ബാച്ചും ഒരു 4 മിനിറ്റ് അത്രയും മതി. അപ്പോഴേക്കും നമ്മൾ സോയ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഇത് പിന്നെ അധികം ഓയിലൊന്നും കുടിക്കില്ല. അതുകൊണ്ട് ഓയിലി ആണെന്ന് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ കൂടി ഭയങ്കര ഓയിലി ആയിരിക്കും എന്ന് ചിന്തിക്കേണ്ട. ഓയിൽ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാനിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. പാൻ എപ്പോഴും കുറച്ച് അടി കട്ടിയുള്ള പാനായിരിക്കണം ശ്രദ്ധിക്കുക. അപ്പോൾ കരിഞ്ഞു പോകില്ല. കുറച്ച് ഹൈ ഫ്ലെയിമിലല്ല എങ്കിൽ ഈ സോയ ചങ്ക്സൊക്കെ ധാരാളമായിട്ട് ഓയിൽ കുടിക്കും. പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. വല്ലാതെ എണ്ണയിൽ കുഴഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിയുന്നവരെ ഒരേ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാനിൽ നിന്ന് എപ്പോഴും എന്ത് സാധനം ഫ്രൈ ചെയ്ത് റിമൂവ് ആക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ ഉള്ളി തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് അരിഞ്ഞ വലിയ ഉള്ളിയാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വലിയുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരു ഇടത്തരം ഗോൾഡനായി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടത്തരം തീയിൽ വഴറ്റിയെടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ തിന്നായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. 2 ഇടത്തരം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ദാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികം എരിവ് വേണ്ട ഈ ഡിഷിന്. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ടീസ്പൂൺ നിറയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ടീസ്പൂൺ ആണെങ്കിലും നിറയെ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കാം. ആ മുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരണം. അപ്പോൾ മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ സോയ സോസാണ്. സോയ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം ഈ സമയത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ ഹൈ ഫ്ലെയിമിൽ ഈ മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓവറോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഗ്രേവി നന്നായിട്ട് കുറുകുന്നവരെ ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് തിന്നി സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഫ്ലേവറൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, see you next time.